അല്ലല്ല ആർക്കും വേണ്ടാത്ത ചർച്ച പ്ലീസ് ഇറങ്ങിപ്പോയിക്കോളൂ. അല്ല, നിങ്ങൾക്ക് ആർക്കും വേണ്ടാത്ത ചർച്ചകൾ നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോളൂ. ആർക്കും വേണ്ടാത്ത ചർച്ചകൾ നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോളൂ. സിദ്ദിഖ് ഇറങ്ങിപ്പോയിക്കോളൂ. ആർക്കും വേണ്ടാത്ത ചർച്ചകൾ നിങ്ങൾ ഇനി വരണ്ട, ഇറങ്ങിപ്പോയിക്കോളൂ. എനിക്ക് താല്പര്യമില്ല. അല്ല എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ ഉദ്ദേശം ക്ലിയറാ. എനിക്ക് താല്പര്യമില്ല. അല്ല, ഇറങ്ങിപ്പോയിക്കോളൂ. എനിക്ക് താല്പര്യമില്ല. അഴിമതിക്കാരെയും അതുപോലെ മധ്യരാജാക്കന്മാരുടെ കൂടെയുള്ള ചർച്ചയല്ലേ? അല്ല, തീർച്ചയായിട്ടും കെ എം മാണി പുറത്തായപ്പോൾ ഇതേ ആവേശത്തോടെ എല്ലാവരും സംസാരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അഡ്വക്കേറ്റ് രാംകുമാർ, ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഇവിടെ ഈ കേസുകൾ പലത് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും പ്രസക്തമായ ചോദ്യം, എന്തുകൊണ്ടാണ് ബിജു രമേശിനെ പോലെ ഒരാൾ, അയാൾ കൈക്കൂലി കൊടുക്കാൻ തയ്യാറായ ആളാണ്, കൈക്കൂലിക്ക് വേണ്ടി പണം പിരിച്ച ആളാണ്, അയാൾക്ക് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എങ്ങനെ തുടരാൻ കഴിയുന്നു? അതല്ല വിനു, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിജു രമേശ് മോശക്കാരനാവട്ടെ, ബഹാറുകാരനാവട്ടെ, അയാളുടെ ഡ്രൈവർ മോശക്കാരനാവട്ടെ, ഇവരുടെയൊക്കെ വിചാരം ഡ്രൈവർമാരൊക്കെ നുണ പറയുന്നവരാണെന്നാണോ? അങ്ങനെയാണോ? ഒരാളുടെ ബാങ്ക് ബാലൻസ് നോക്കിയിട്ടാണ് അയാളുടെ മാന്യത നിശ്ചയിക്കുന്നത് ഈ രാജ്യത്ത്? ഒരു ഡ്രൈവറുടെ കൂടെ പോകുമ്പോൾ പൈസ കൊടുത്താൽ ഡ്രൈവറല്ലാതെ പിന്നെ ആരാ കാണുക? പ്രശ്നം അവിടെയല്ല. ആ പറഞ്ഞത് വിശ്വസനീയമാണോ? മറ്റെന്തെങ്കിലും തെളിവുകൾ ഉപോത്കമായ അതിനുണ്ടോ? ഇതൊന്നും പരിശോധിക്കാനുള്ള ബാധ്യത വിജിലൻസിനില്ലേ? ഇപ്പോൾ സിദ്ദിഖ് നേരത്തെ പറഞ്ഞു ഇടതുപക്ഷത്തിനെ സഹായിക്കണമെന്ന്. KPCC മീറ്റിങ്ങിൽ 2 നീതി എന്ന് പറഞ്ഞത് ഇടതുപക്ഷക്കാരല്ലല്ലോ, കോൺഗ്രസ്സുകാരല്ലേ? ഞാൻ നിങ്ങളുടെ സ്ക്രോള് ശരിയാണെങ്കിൽ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ശ്രീ PJ കുര്യൻ അങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അത് സത്യമാണോ അല്ലേന്ന് എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാത്തത്. അതുകൊണ്ട് കോൺഗ്രസ് മന്ത്രിമാരെ കുറിച്ചും സത്യം പറയുന്നവർ മുഴുവൻ ഇടതുപക്ഷക്കാരാണെന്ന് ആക്ഷേപിക്കണം. ഏതായാലും കോൺഗ്രസ്സുകാരനെന്ന് ആക്ഷേപിക്കുന്നതൊക്കെ ഭേദമാണ്. അപ്പോൾ അവരുടെ സംസ്കാരം നമ്മൾ കണ്ടല്ലോ ചർച്ചയ്ക്കിടയിൽ. രമേശിന്റെ ഈ ചർച്ചയിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും കൊണ്ടുവരാൻ കഴിയാതെ പോയത് സിദ്ദിഖ് ഒച്ചയെടുത്ത് ഈ ചർച്ച മുഴുവൻ വഴിതിരിച്ചു വിടാൻ നടത്തിയ ശ്രമം കൊണ്ടാണ്. സത്യത്തിൽ നീക്കേണ്ട സംശയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ബിജു രമേശിൻ്റെ മൊഴിയിൽ ശ്രീ കെ ബാബു പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കാരണം 164 സ്റ്റേറ്റ്മെൻറ്റിൽ പറയാത്ത കാര്യമാണ് കെ ബാബു നേരിട്ട് പൈസ വാങ്ങിയത്. അത് പിന്നീട് പറയുന്നു. ഇത്തരം മാറ്റിയുള്ള പറച്ചിലുകൾ ബിജു രമേശ് പോലും ഒരു വിലപേശൽ തന്ത്രത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതാണോ എന്നുകൂടി കരുതേണ്ടി വരും. പക്ഷേ കെ ബാബുവിനെതിരെ ശരിയായ അന്വേഷണം നടന്നോ, KM മാണിയുടെ കാര്യത്തിൽ നടന്ന അതേ തീവ്രതയോടെ നടന്നോ എന്നീ കാര്യങ്ങൾ എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ കഴിയും? ബിജു രമേശ് കേസ് പോകുന്നുണ്ട്, കെ ബാബു വീണ്ടും മറ്റു കേസുമായി പോകുന്നുണ്ട്, സിദ്ദിഖ് പറയുന്നു. ഏത് നിയമ പോരാട്ടത്തിലൂടെ അത് പുറത്തു കൊണ്ടുവരാൻ കഴിയും? ഒരു കാര്യം പറയട്ടെ, ഈ സിദ്ദിഖ് ബഹളം വെച്ചപ്പോൾ ഞങ്ങൾ മിണ്ടാണ്ടിരുന്നത് അത് നന്നായി ശബ്ദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. സിദ്ദിഖിൻ്റെ സംസാരം തന്നെ മതി ഇതിൻ്റെ നിജസ്ഥിതി ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ. അതുകൊണ്ട് മിണ്ടാണ്ടിരുന്നതാണ്. ഞങ്ങൾക്ക് സിദ്ദിഖിനേക്കാളൊക്കെ നന്നായിട്ട് ഉറക്കെ സംസാരിക്കാൻ അറിയുന്ന ആളാണ് ഞങ്ങളൊക്കെ തന്നെ. അത് മിണ്ടാതിരുന്നത് അത് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തതാണ്. നന്നായി പ്രോത്സാഹിക്കട്ടെ പറഞ്ഞാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം വിനു, ഇത് നിയമ പോരാട്ടത്തിലൂടെ അല്ലാതെ ഇത് പുറത്തു കൊണ്ടുവരാൻ സാധ്യമല്ല. കാരണം KM മാണിയുടെ കാര്യത്തിലും ഈ ഗവൺമെൻറ്റിൻ്റെ അന്വേഷണത്തിലൂടെ എല്ലാ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ സ്വതന്ത്രമായ നിലപാട് കൊണ്ടല്ല കേസെടുത്തിരിക്കുന്നത്. ഈ ഗവൺമെൻറ് സ്വതന്ത്രമായ നിലപാട് കൊണ്ടല്ല മാണി രാജിവെക്കേണ്ടി വന്നിരിക്കുന്നത്. നിയമവ്യവസ്ഥയുടെ ശക്തമായ ഇടപെടൽ മൂലം മാത്രമാണ് മാണിക്കെതിരെയും ഇവിടെ കേസ് ഇപ്പോൾ രാജിയിലേക്ക് വരെ എത്താൻ കാരണമായത്. അത് തന്നെയാണ്. അതുകൊണ്ട് നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ നിയമ പോരാട്ടത്തിലൂടെ മാത്രമേ കെ ബാബു ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടുള്ള അഴിമതിയും പുറത്തു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന വ്യക്തമായ ബോധം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ 2 മുഖമാണ് ഈ പോരാട്ടത്തിൽ. ഒന്ന് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമരവും, മറ്റൊന്ന് നിയമവ്യവസ്ഥയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തമായ നിയമ പോരാട്ടവും. ഈ 2 പോരാട്ടങ്ങളിലൂടെയും ഈ അഴിമതി ഞങ്ങൾ പുറത്ത് കൊണ്ടുവരും, ഒരു സംശയം വേണ്ട. ശ്രീരാമകൃഷ്ണൻ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകളുണ്ട്. കാരണം ഈ KM മാണിക്കെതിരെ ബജറ്റുമായി ബന്ധപ്പെട്ട അഴിമതി വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഏതെങ്കിലും ഇനത്തിന് നികുതി കൂട്ടും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം വാങ്ങാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട്. ഇവിടെ എക്സൈസ് മന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണം ശരിയാണോ എന്നറിയില്ല. ബാർ ലൈസൻസിൻ്റെ ഫീസ് കൂട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുമെന്ന് പറയുന്നു, പിന്നീട് അത് കുറച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി പണം വാങ്ങാനുള്ള ഇടപാടുകൾ. ഈ രീതിയിൽ സത്യത്തിൽ നികുതി പണമായി കിട്ടേണ്ട പണത്തിന് പകരം
കോഴ വാങ്ങുന്ന ഏർപ്പാടാണോ കേരളത്തിൽ നടക്കുന്നത്? അത് UDF സർക്കാരിൻ്റെ കാലത്ത് മാത്രമുള്ളതായിരിക്കുമോ? വിനു, ഈ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് മുൻപ് സാമ്പത്തിക വിദഗ്ധന്മാരുമായിട്ടും വ്യാവസായികളുമായിട്ടും സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരുമായിട്ടും ഒരു പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ നടത്തുക എന്നുള്ളത് പണ്ട് മുതലുള്ള രീതിയാണ്. പക്ഷേ ആ ചർച്ച എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരു ഐറ്റത്തിന് കൂട്ടാൻ പോകുന്ന ടാക്സിനെ സംബന്ധിച്ചും അത് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള ബാർഗനിങ് അല്ല. ഇവിടെ നടന്നത് ആ ബാർഗനിങ് ആണ്. ഇവിടെ ബേക്കറി കടക്കാരോട് വരെ ബാർഗൻ ചെയ്യാണ് ചെയ്തത്. 19 ഇനങ്ങളിലാണ് ബാർഗൈൻ ചെയ്ത് പണം വാങ്ങിയതുമായിട്ടുള്ള ആക്ഷേപം നിയമസഭയിൽ തന്നെ ഉന്നയിക്കപ്പെട്ടത്. അതിന് മറുപടി കിട്ടിയിട്ടില്ല. ഓരോരുത്തരായിട്ട് വിളിച്ച് കൂട്ടുന്നതിനെ കുറിച്ച് ആ കൂട്ടുമ്പോൾ ഓരോരുത്തർക്കും അവനാൽ കഴിയുന്നത് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നത്. അദ്ദേഹം പറഞ്ഞത് 27 ലക്ഷമാക്കി ചാർജ് വർദ്ധിപ്പിക്കും, ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കും. എന്നാൽ 30 ലക്ഷമാക്കി വർദ്ധിപ്പിക്കാൻ പോവുകയാണ്, അത് 27 ലക്ഷമാക്കും. ഞങ്ങൾ ആവശ്യപ്പെട്ടത് 25 ആയിരുന്നു. പക്ഷേ അദ്ദേഹം 23 ആക്കി ചുരുക്കി തന്നു. അതിന് പകരം ഞങ്ങൾക്ക് ഇത്ര കോടി രൂപ ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായിരുന്നുവെങ്കിൽ സിമ്പിളായുള്ള ലോജിക്കാണത്. എന്തുകൊണ്ട് ഈ തെറ്റായ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരായ ഒരു FIR രജിസ്റ്റർ ചെയ്തില്ല? ഇവിടെ വിനു വളരെ ബുദ്ധിപൂർവ്വം ഒരു മനുഷ്യനെ ജനക്കൂട്ടത്തിന് മുന്നിൽ സ്വയം നഗ്നനാവാൻ അനുവദിച്ച് അദ്ദേഹത്തെ എന്താണ് അദ്ദേഹം എന്ന് അനാവരണം ചെയ്യുന്നതിനുള്ളൊരു അവസരം തന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം ഈ ചർച്ചയിൽ ആളുകൾക്ക് എല്ലാവർക്കും അത് ബോധ്യമായി. ആൾക്കൂട്ടത്തിന് മുന്നിൽ സ്വയം നഗ്നനാവുകയാണ് സിദ്ദിഖ് ചെയ്ത് ഈ ഇറങ്ങിപ്പോക്ക് വഴി. അദ്ദേഹത്തിന് ബാധിച്ചിട്ടുള്ളൊരു ഹിസ്റ്റീരിയ. ഇതിൽ നിന്നും വ്യക്തമാകുന്നൊരു കാര്യം, സിദ്ദിഖ് സംസാരിക്കുന്ന സിദ്ദിഖല്ല, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ് സിദ്ദിഖ്. എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണൻ മനസ്സിലാവാത്തത്? ഇതാണ് ഇരട്ട നീതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത്. കാരണം KM മാണി ഇങ്ങനെ പൊതുമധ്യത്തിൽ വലിച്ചു കീറപ്പെട്ടപ്പോൾ, KM മാണി ഈ രീതിയിൽ ചർച്ചകളിൽ വിഷയമായപ്പോൾ, KM മാണിക്ക് എതിരെ കോടതി വിധി വന്നപ്പോൾ ഈ അലർച്ച ആരും കേട്ടില്ല. പകരം ഇവരുടെ നേതാക്കന്മാർ തന്നെ ആവശ്യപ്പെട്ടത് ഈ വിഴുപ്പിന് ചുമക്കാനാവില്ല, രാജിവെക്കണം. KPCCയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് രാജിവെക്കണമെന്നാണ്. പക്ഷേ കെ ബാബുവിൻ്റെ കാര്യം വന്നപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ കുറ്റക്കാരാകുന്നു, സംഘടിപ്പിക്കുന്നവർ കുറ്റക്കാരാകുന്നു, അജണ്ട സെറ്റ് ചെയ്യുന്നവരാകുന്നു, ഭീഷണി മുഴക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ 2 നീതി എന്നുള്ളത് ഈ ചർച്ചയിലൂടെ വ്യക്തമാവുകയാണ്. 2 നീതി തന്നെയാണെന്ന ശബ്ദം PJ ജോസഫ് അന്വേഷിക്കണമെന്ന് പറയുന്നതും കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം ഉയർത്തുന്നതും, കോൺഗ്രസിൽ തന്നെ 2 നീതിവാദം ഉയർത്തി പടയൊരുക്കം നടത്തുന്നതും ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ്. ആ 2 നീതിയുടെ വ്യക്തമായ ഉദാഹരണമായിരുന്നു ഇന്ന് സിദ്ദിഖും അദ്ദേഹത്തിൻ്റെ പ്രകടനവും. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത, ക്ഷമയോടെ ഇത് സഹിച്ചതിന് ശ്രീ സുനിൽകുമാർ, ശ്രീ ശ്രീരാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് രാംകുമാർ. ന്യൂസ് അവർ ഇടവേള.